ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. വെഞ്ഞാറമൂട്ടിലെ 23 വയസ്സുകാരനായിട്ടുള്ള അഫാൻ നടത്തിയിട്ടുള്ള ഇത്രയും വലിയ ക്രൂര കൊലപാതകങ്ങൾക്ക് പിന്നിൽ വെറും സാമ്പത്തിക പ്രശ്നങ്ങൾ മാത്രമല്ലെന്ന് ആദ്യമേ തന്നെ എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യമാണ്. അപ്പം അതിൻ്റെ കാരണങ്ങളാണ് ഇപ്പം വെളിവായി വരുന്നതെന്ന് പറയുന്നത്. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പകയായിരുന്നു. നമ്മളൊക്കെ ഈ ഒരു വാർത്ത കേൾക്കുന്ന സമയത്ത് ആദ്യം സംശയിച്ചതുപോലെ തന്നെ ഇത്രയും കടബാധ്യത കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്തതെങ്കിൽ ഈ പറഞ്ഞ സ്വന്തം ഉമ്മയെയും അല്ലെങ്കിൽ സഹോദരനെയും മാത്രം കൊല്ലേണ്ട ആവശ്യമേ അവനുണ്ടായിരുന്നുള്ളൂ. ഇതിലപ്പുറത്തേക്ക് ഈ പറഞ്ഞ കാമുകിയെയോ അല്ലെങ്കിൽ പിതാവിൻ്റെ സഹോദരനെയോ അദ്ദേഹത്തിൻ്റെ ഭാര്യയെയോ അല്ലെങ്കിൽ പിതാവിൻ്റെ ഉമ്മയെയോ ഒന്നും കൊല്ലേണ്ട കാര്യമില്ലായിരുന്നു. ഇത് തന്നെയായിരുന്നു കൺഫ്യൂഷൻ ആക്കിക്കൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞത്. ഇതിൻ്റെ ഒക്കെ കാരണം എന്ന് പറയുന്നത് കാമുകിയുമായിട്ടുള്ള ബന്ധം തന്നെയായിരുന്നു. അതായത് 23 വയസ്സ് മാത്രമേ ഉള്ളൂ അവൻ. കൃത്യമായിട്ട് സെറ്റിൽ ആയിട്ടില്ല. അവന് ജോലി പറയത്തക്ക രീതിക്കുള്ളതൊന്നും ഇല്ല. അതിലപ്പുറത്തേക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ടായിരുന്നു. അതിനിടയിൽ ഒരു വാർത്ത വന്നിട്ടുണ്ട്, ഉമ്മയ്ക്ക് മാത്രമായിട്ട് എന്തോ 64 ലക്ഷം രൂപയുടെ കടം ഉണ്ട് എന്നുള്ള രീതിക്ക് ഒരു വാർത്ത വന്നിട്ടുണ്ട്. പല മീഡിയസിലും ഞാനത് കണ്ടു. അതിൻ്റെ കാര്യം കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ അതെങ്ങനെ വന്നു എന്നുള്ളതും ഒരു തരത്തിലും മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അത് നിഗൂഢമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും ബാപ്പയ്ക്കുണ്ടായിരുന്ന കടം കൃത്യമായിട്ട് അദ്ദേഹം തന്നെ വീട്ടിക്കൊണ്ടിരിക്കുമായിരുന്നു. അത് എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യമാണ്. അത് കൃത്യമായിട്ട് അദ്ദേഹത്തിന് ഈ പറയുന്ന കാമുകിയുടെ കയ്യിൽ നിന്ന് അഫാൻ മേടിച്ച കടത്തിൻ്റെ പകുതി പോലും ആ ബാപ്പയാണ് വീട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞത്. അപ്പം അദ്ദേഹം ഉണ്ടാക്കി വെച്ച കടം കൃത്യമായിട്ട് അദ്ദേഹം തന്നെ വീട്ടിക്കൊണ്ടിരുന്നു. അപ്പം അതിനെക്കുറിച്ച് കൂടുതൽ ബോധേടാവേണ്ട കാര്യം ഇവനില്ലായിരുന്നു. ഇവൻ നോക്കേണ്ട കാര്യം ഇവൻ്റെ കാര്യം ഒന്നുമില്ലെങ്കിൽ ആ വീട്ടുകാരെ നേരെ ചൊവ്വേ നോക്കാൻ. ബാപ്പ അവിടെ നിന്ന് ബാപ്പയുടെ കട തീർത്തുകൊണ്ടിരുന്നു ഇരുന്നേനെ. ഇവനായിട്ട് ഈ പറഞ്ഞ കല്യാണം കഴിക്കണമെങ്കിൽ അതെങ്കിലും സെറ്റിൽ ആക്കുന്നതിന് പകരം എല്ലാവരോടും കിടന്ന് എനിക്ക് അവളെ കല്യാണം കഴിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് പിതാവിൻ്റെ സഹോദരനായിട്ടുള്ള ലത്തീഫ് കൃത്യമായിട്ട് ഇവനെ ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സംഭവം നടക്കുന്നതിൻ്റെ ദിവസവും അദ്ദേഹം വീട്ടിലെത്തി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ജോലി വാങ്ങിക്കുക, ഒരു തരത്തിൽ ഈ പറയുന്ന സാമ്പത്തിക സ്ഥിതി ഒന്ന് മെച്ചപ്പെടുത്തുക, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അപ്പം ഇതൊക്കെ ഇവരിൽ പക കൂട്ടിക്കൊണ്ടേയിരുന്നൊരു കാര്യമാണ്. ഇതിൻ്റെ കാരണത്താലാണ്, ഈ പക കൂടിയത് കൊണ്ടാണ് ഈ പറയുന്ന ലത്തീഫിനെ, അതായത് പിതാവിൻ്റെ സഹോദരനെയും ഭാര്യയെയും കൊന്നെന്നാണ് ഇപ്പം പറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നത്. അല്ല, അപ്പുറത്തേക്ക് അമ്മൂമ്മയോട് തോന്നിയെന്ന് പറയുന്നത് പണം ചോദിച്ചിട്ട് കൊടുക്കുക. അതായത് ഇതിന് മുന്നേ പലവട്ടം കൊടുത്തിട്ടുണ്ട്. ഇപ്പം മാല ചോദിച്ചു, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ തൽക്കാലത്തേക്ക് മറികടക്കുന്നതിന് വേണ്ടി അവർ കൊടുത്തില്ല. അപ്പോൾ അതുകൊണ്ടുള്ള പാക്കുകൊണ്ട് അവരെ കൊന്നു എന്ന് പറയുന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ പെണ്ണിനെ കൊന്നത് എന്തിനെന്ന് ചോദിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടാത്ത ഫർസാനയെ മറ്റാരും കല്യാണം കഴിക്കേണ്ട എന്ന തരത്തിലേക്ക് അത്രയും ക്രൂരമായിട്ടുള്ള ഒരു ചിന്താഗതി ഉണ്ടായതിനെ തുടർന്നാണ് അവളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കൃത്യമായി ആ സമയത്ത് അനുജൻ വരുന്ന സമയമായതുകൊണ്ട് തന്നെ അനുജനെയും പടിവാതിക്കൽ നിർത്തിക്കൊണ്ട് തന്നെ ബിരിയാണി അല്ലെങ്കിൽ കുഴിമന്തി വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞുവിട്ട് അത്രയും നാടകീയമായിട്ടുള്ള ഒരു കളി കളിച്ചതിന് ശേഷം ആ സമയം കൊണ്ട് ഫർസാനയെ ഇല്ലാതാക്കുന്നു. അവിടെ വെച്ച് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. മദ്യപിച്ചതിന് ശേഷമാണ് ഫർസാനയും കൊല്ലുന്നത്. പിന്നീട് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് സഹോദരൻ വരുന്നത്, 13 വയസ്സ് മാത്രമുള്ള ആ പാവ അനുജൻ. അവനെയും ഈ പറഞ്ഞവൻ ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണം അതൊന്നും കഴിക്കാൻ പോലും സമ്മതിക്കാതെ അവനെയും അരുംകൊല ചെയ്ത് കളഞ്ഞു. അപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരു കൂസലുമില്ലാതാണ് അവൻ്റെ മാനസിക രീതി എന്ന് പറയുന്നത്. ഡോക്ടേഴ്സ് പോലും പറയുന്നത് സാധാരണഗതിയിൽ എത്രയും മാനസിക വിഭ്രാന്തി ഉള്ള ഒരാളാണെങ്കിൽ പോലും ഇത്രയും വലിയ രീതിക്കുള്ള ഒരു രക്തം അല്ലെങ്കിൽ ചോര തളം കെട്ടി കിടക്കുന്നത് കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു കാര്യം ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവരുടെ രീതിയൊക്കെ മാറും എന്നുള്ള രീതിക്കാണ്. പക്ഷേ ഇവൻ അത്തരത്തിലല്ല. ഇത്രയും പൈശാചികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ഇത്രയും അരുംകൊല ചെയ്തിട്ടും ഇത്രയും രക്തം തളം കെട്ടി നിൽക്കുന്നത് കണ്ടുകൊണ്ട് കുറേ നേരം അവിടെ നിൽക്കാനുള്ള ഒരു ശേഷി പോലും അവനുണ്ടെന്നുണ്ടെങ്കിൽ അവൻ്റെ മാനസിക നില സാധാരണഗതിയിലൊന്നുമില്ലെന്ന് ഡോക്ടർ പോലും പറയുന്ന സമയത്ത് അത് മനസ്സിലാക്കാൻ ആർക്കും കഴിയുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ മനസ്സിലാവാത്ത മറ്റൊരു കാര്യം, ഒരാൾക്ക് പെട്ടെന്ന് കൊണ്ട് ഇത്തരത്തിൽ ചോര കണ്ട് അറപ്പ് മാറും എന്നുള്ളതാണ്. ഇതിനു മുന്നേ ഇവൻ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ കണ്ടും കേട്ടും ശീലിച്ചവനാണെന്നാണ്. ഈ ഇടയ്ക്ക്, അതായത് ഇന്ന് രാവിലെയോ മറ്റോ ഇദ്ദേഹത്തിൻ്റെ ഒരു മാമ, ഇവൻ്റെ ഒരു മാമ പറയുന്ന കേട്ടിട്ടുണ്ടായിരുന്നു പാതിരാത്രിയാണ് ഇവൻ വെളിയിലേക്ക് പോകുന്നതെന്ന്. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് മറ്റൊരു വീഡിയോയ്ക്കകത്ത് കാണുന്ന വാർത്ത, വെഞ്ഞാറമൂടിൽ പട്ടികളെ തലക്കഴിച്ച് കൊല്ലുന്ന കുറേയധികം വാർത്തകൾ വന്നിട്ടുണ്ടെന്നുള്ള രീതിക്ക്. അപ്പം നമുക്കൊരിക്കലും ചിന്തിക്കാനോ മനസ്സിലാക്കാനോ പറ്റാത്ത അതിസൂക്ഷ്മമായിട്ടുള്ള എന്തൊക്കെയോ നിഗൂഢതകൾ ഇതിൽ കൃത്യമായിട്ട് ഒളിഞ്ഞിരിപ്പുണ്ട്. വെറും ഒരു മദ്യം കഴിച്ചതിൻ്റെ പേരിൽ മാത്രം ഇത്തരത്തിലേക്കൊരു മാനസികാവസ്ഥ, അത്രയും കടുപ്പമേറിയ ഒരു മാനസികാവസ്ഥയിലേക്ക് ഒരാൾക്ക് എത്തിപ്പെടാൻ കഴിയുമെന്നുള്ളത് നമുക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതിലപ്പുറത്തേക്ക് ചിന്തിക്കുമ്പോഴത്തേക്ക് ഇവൻ ഉപയോഗിച്ചിരുന്ന
ആർഭാട ജീവിതം എന്ന് പറയുന്നത്. സ്വന്തമായി ഒരു തരത്തിലും ഒരു നിലനിൽപ്പില്ല, അതായത് ഒരു ജോലിയില്ല, സാമ്പത്തിക വരുമാനമില്ല, എന്നിട്ട് പോലും അവൻ ഉപയോഗിച്ചിരുന്ന ആർഭാടമായിട്ടുള്ള വണ്ടികൾ ഇതെല്ലാം വാങ്ങിക്കാൻ വേണ്ടി എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ആ വീട്ടുകാർ എന്തിന് കൂട്ടുനിന്നുള്ള കാര്യം മാത്രമാണ് മനസ്സിലായത്. കാരണം ബാപ്പ ഇത്രയും വലിയൊരു പ്രശ്നത്തിൽ നിൽക്കുന്നു, 7 വർഷമായിട്ട് നാട്ടിൽ പോലും വരാൻ പറ്റാത്ത. ഞാൻ പലപ്പോഴും ചിന്തിച്ചൊരു കാര്യം, അവർക്ക് അത്യാവശ്യം നല്ലൊരു വീടുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും ബാപ്പയ്ക്ക് ഇത്രയും കടമുണ്ട്, ഭയങ്കരമായിട്ടുള്ള കടമില്ല, 75 ലക്ഷം, ചിലതിൽ പറയുന്നുണ്ട് 30 ലക്ഷം കടം തീർത്ത് അത്യാവശ്യം പകുതിയോളം ആയി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഈ വീട് അത്യാവശ്യം നല്ല വിലക്കുള്ളൊരു വീടുണ്ട്. അപ്പം നമ്മളൊക്കെ പോലുള്ള സാധാരണ രീതിക്ക് ചിന്തിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ വീട് വിറ്റോ പണയം വെച്ചോ ഏതെങ്കിലും രീതിക്ക് ആ മനുഷ്യനെ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ളൊരു കാര്യം നോക്കും. അതിലപ്പുറത്തേക്ക് ഒരിക്കലും അയാളുടെ മേളിലേക്ക് വീണ്ടും വീണ്ടും ബാധ്യതകൾ കയറ്റി വെച്ചു കൊടുക്കാനുള്ള ഒരു പ്രവൃത്തി ഒരു കുടുംബവും ചെയ്യില്ല. പക്ഷേ ഇവിടെ തനിയെ തന്നെ ആ ഉമ്മയ്ക്ക് മറ്റ് കടങ്ങൾ ഉണ്ടായി എന്നൊരു സംഭവം പറയുന്നു. അതിന് ഈ മകനെ സപ്പോർട്ട് ചെയ്തിട്ടാണോ അതോ ഇനി ഒരു പക്ഷേ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണോ എന്നുള്ളത്. പക്ഷേ എന്നിരുന്നാൽ പോലും ഇത്ര 64 ലക്ഷം രൂപയുടെ ഒക്കെ കടം എത്തരത്തിൽ വരുന്നു എന്നുള്ളത് ഉറപ്പായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, കടബാധ്യത കൊണ്ട് ഇവൻ മരിക്കാനോ കൊല്ലാനോ തീരുമാനിച്ചതല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബാധ്യത അച്ഛൻ തന്നെ, അതായത് അവൻ്റെ പിതാവ് തന്നെ മാറ്റിക്കൊണ്ട് വരുന്ന സമയത്ത് അവൻ അത്രയും കടബാധ്യത തീർക്കണമെന്ന് അത്രയും അതിയായ ആഗ്രഹമുള്ള ഒരുവനാണെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും വണ്ടികൾ മേടിച്ചു കൂട്ടി ആർഭാട ജീവിതം, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു വരുമാനമുള്ള ഒരുത്തനായിരിക്കണം. അപ്പം വീണ്ടും വീണ്ടും ആ കടം കൂടുവാണെന്ന് ഇവന് തന്നെ ബോധമുള്ള സമയത്ത് അത് കൂട്ടാൻ വേണ്ടി ശ്രമിച്ചിട്ട് പിന്നീട് എനിക്കത് മറികടക്കാൻ കഴിഞ്ഞില്ല എന്നുകൊണ്ട് എല്ലാവരെയും കൊല്ലുന്നു എന്ന് പറഞ്ഞാൽ അതിനെ ന്യായീകരിക്കാൻ പറ്റുന്നൊരു കാര്യമില്ല. അപ്പം ഇതിന് പിന്നിൽ മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ വീണ്ടും ഒളിഞ്ഞ് കൃത്യമായി കിടപ്പുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഒരുപക്ഷെ ഈ പറയുന്ന ലഹരി മരുന്നുകളുടെ അമിതമായിട്ടുള്ള ഉപയോഗമോ, അല്ലെങ്കിൽ ഒരിക്കലും ഇത്തരത്തിലൊരു മാനസികാവസ്ഥയിലേക്ക്, ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞതാണ്, ഏതൊരു മനുഷ്യനായാൽ പോലും ചോര എന്നൊരു കാര്യം കാണുന്ന സമയത്ത് നമുക്കൊരു അറപ്പ് തോന്നും, ഒരു വെറുപ്പ് തോന്നും. ഇതെന്ന് പറയുന്നത് ലത്തീഫ് എന്ന് പറയുന്ന പിതൃ സഹോദരൻ ഈ കല്യാണത്തിന് എതിർപ്പ് പ്രകടിപ്പിച്ചതിൻ്റെ പേരിൽ മാത്രം അയാളുടെ തലയിൽ 21 വട്ടമാണ് ചുറ്റിക കൊണ്ട് അവൻ അടിച്ച് പൊട്ടിച്ചതെന്ന് പറയുന്നത്. അപ്പം അത്രയും ക്രൂരമായിട്ടുള്ള മാനസികാവസ്ഥയാണ് അവൻ്റെ എന്ന് പറയുന്നത്. ഇതിനേക്കാളും ഏറ്റവും സങ്കടകരമായിട്ടുള്ളൊരു കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വാപ്പയ്ക്ക് അവസാനമായിട്ട് ആ കുഞ്ഞിൻ്റെ മുഖം അത് കാണാനൊന്നും ഇല്ലായിരുന്നെങ്കിൽ പോലും ആ ചടങ്ങിൽ അല്ലെങ്കിൽ ആ ഒരു അവസാന കർമ്മത്തിൽ പങ്കെടുക്കാനുള്ള ഒരു ഒരവസ്ഥ ഉണ്ടായില്ല. അതിലപ്പുറത്തേക്ക് ആ അമ്മയ്ക്ക് ബോധം വന്നിട്ടുണ്ട്, അമ്മ സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് അവർ കുഞ്ഞുമകനെ തിരക്കുന്നുണ്ട്. ബാക്കി ആൾക്കാർ 2 മകനും സേഫ് ആണെന്നുള്ള രീതിക്ക് ഈ പറയുന്ന മൊഴി പോലും കൊടുത്തിരിക്കുന്നത് കട്ടിലിൽ നിന്ന് മറിഞ്ഞടിച്ച് വീണു എന്നുള്ള രീതിക്ക്. അപ്പം അവരിനിയും എന്തൊക്കെയോ ജീവിതം പ്രതീക്ഷിക്കുന്നുണ്ട്. അതൊന്നും ഇല്ല, കുഞ്ഞിനെ ഇല്ലാതാക്കി എന്നുള്ള കാര്യം, പ്രത്യേകിച്ച് അവരൊരു ക്യാൻസർ പേഷ്യൻ്റാണ്. അപ്പം അതിനെയൊക്കെ എങ്ങനെ അവർ മറികടക്കും എന്നൊരു സംഭവമാണ്. ഇന്ന് അവരുടെ ഉമ്മയുടെ സഹോദരൻ പറഞ്ഞ കുറച്ച് വാക്കുകളുണ്ട്. ഈ പറയുന്ന അഫാൻ എന്ന് പറയുന്ന വ്യക്തിയെ കാണാൻ പോയിരുന്നു എന്ന് ചോദിക്കുന്ന സമയത്ത് ഇനി അവനുമായിട്ടൊരു ബന്ധമില്ല, അവനെ കാണേണ്ട കാര്യമില്ലല്ലോ, അവനെല്ലാം തകർത്തില്ലേ എന്ന് മനസ്സ് തകർന്ന് പറയുന്നൊരു കാര്യവും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്തരത്തിലുള്ള പ്രവർത്തികളിലേക്ക് മനുഷ്യർ ഒരുപാട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തരത്തിലും ആരോടും സെൻറ്റിമെൻറ്റ്സ് ഇല്ല, ഒരു സ്നേഹവും ഇല്ല. പക്ഷേ അവർക്ക് വേണ്ടുള്ള കാര്യങ്ങളെല്ലാം വേണം. അത് കടം വാങ്ങിയിട്ടായാലും എത്തരത്തിലായാലും ഈ പറയുന്ന പറയുന്നത് വരുമാനത്തിനനുസരിച്ച് ചിലവാക്കാൻ അറിയുന്നില്ല, തലമറന്ന് എണ്ണ തേക്കുക. അപ്പുറത്തേക്ക് പലപ്പോഴും കേട്ടുവരുന്നൊരു കാര്യമാണ് ഈ പറഞ്ഞ ഗൾഫിൽ ജോലി ചെയ്യുന്ന അച്ഛന്മാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ നേരത്തെ നമ്മളൊരു വാർത്ത കേട്ടിട്ടുണ്ടായിരുന്നു, ഭാര്യ ഗൾഫിൽ ജോലി ചെയ്യുന്നു, ഭർത്താവിടെ ഒരു ആർഭാട ജീവിതം. ഇതാണ് പ്രശ്നം. അത് ഭാര്യ ആവട്ടെ ഭർത്താവട്ടെ, ഗൾഫിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ പിന്നീടുള്ള കുടുംബങ്ങൾ ഇവിടെ നടത്തുന്നത് ആർഭാടമായിട്ടുള്ള ജീവിതമായിരിക്കും, തലമറന്ന് എണ്ണ തേക്കലായിരിക്കും. അതും ഇത്തരത്തിലുള്ള പ്രവൃത്തികളിലേക്ക് നയിക്കാനുള്ള നമ്മുടെ അവസ്ഥ അറിഞ്ഞ് മനസ്സിലാക്കി ജീവിക്കുക. അതിലപ്പുറത്തേക്ക് നമ്മുടെ അവസ്ഥ അറിഞ്ഞ് മക്കളെ പഠിപ്പിക്കുക. ഇതൊന്നും ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടി വരും.